അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നനച്ചോലയുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലായിരുന്നു. അതൊക്കെ പറയുന്നതിന് മുന്നേ ഈ വീഡിയോയിൽ 3 ദിവസത്തെ കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം 3 ദിവസവും ഞാൻ കുറച്ചാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഓരോരോ ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാൻ വരുമ്പോൾ വീഡിയോസിന് ലെങ്ത്ത് ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ 3 ദിവസം കൂടെ ഒറ്റ വീഡിയോ ആക്കുമ്പോൾ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട്, അപ്പോൾ അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചെങ്കിൽ 3 ദിവസത്തെ കാര്യങ്ങൾ ഞാൻ ഈ ഒറ്റ വീഡിയോയിലാണ് കാണിക്കണത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നനച്ചോലയുടെ പരിപാടികളൊക്കെ ആയിട്ട് വീടിൻ്റെ ഉള്ളും പുറം ഒക്കെ വൃത്തിയാക്കണമല്ലോ. അപ്പം അങ്ങനെ ഓരോന്ന് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് ടേബിൾ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അത് നനച്ചുകൊളിക്കും അതേപോലെ തന്നെയാണ്. എൻ്റെ ഓൾമോസ്റ്റ് നനച്ചോലയുടെ കാര്യങ്ങളെല്ലാതും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അന്നത്തെ എൻ്റെ അസൈൻമെൻറ്റിൻ്റെ ബാക്കി ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനും അങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ട് ആ ദിവസം നൈറ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ 3 ദിവസത്തെ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള വീഡിയോ ആണെന്ന്. 3 ദിവസമല്ല 4 ദിവസമാണ്. ഇപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 4 ദിവസത്തെ വ്ളോഗാണ് ഈ ഒറ്റ വീഡിയോയിലുള്ളത്. അതൊന്നും കാര്യമാക്കണ്ട, അതൊക്കെ ഇങ്ങനെ ഇടയിലുണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാ മാസവും ഉണ്ടാക്കുന്നതാണ് ഇതുപോലത്തെ ഒരു ട്രാക്കർ. ഐ മീൻ നിസ്കാരത്തിൻ്റെ ഓതണീന് അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു ട്രാക്കർ. അപ്പോൾ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും ഞാൻ ഇടയിൽ ആഡ് ആക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ റമദാനില്ല അല്ലാതെ ഞാൻ ഓരോ മാസം ഉണ്ടാക്കാൻ പ്ലാനാണ്. ഇത് ശരിയാക്കണം. ഇത് അക്കൗണ്ടൻസി പ്രോജക്റ്റ് അത് അവിടെ ഇരിക്കുന്നുണ്ട്. അത് ശരിയാക്കണം. കുറച്ച് നോട്ട് എഴുതാനുണ്ട്, കുറച്ച് പഠിക്കാനുണ്ട്. അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്യണം. ഓക്കെ. പിന്നെ എനിക്ക് കിട്ടാൻ വായിച്ചിട്ടുണ്ട്. വേറെ സംഭവം പറഞ്ഞാൽ എൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് ബുക്ക് ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കിട്ടാൻ്റെ കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇതിലാണ്. ഓക്കെ, അവിടെ കിട്ടുള്ളൂ. അപ്പോൾ അതും കുറച്ച് വായിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ബെസ്റ്റ് ഫ്രണ്ടിലേക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഏകദേശം ഒരു കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് വരാം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡിയാക്കിയതിന് ശേഷം എനിക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. പുറത്ത് പോകാൻ എന്തിനാന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. വർക്കിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒറ്റക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ വട്ടം കൊണ്ടാണ് പോലെ തന്നെ മിന്നൂനെ ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ എക്സാംസൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഓർഡേഴ്സ് കാര്യങ്ങൾ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇങ്ങനെ ഓർഡേഴ്സ് വരുമ്പോൾ ഒക്കെ ഇങ്ങനെ റിജക്റ്റ് ചെയ്യാനും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഓർഡേഴ്സ് എടുക്കുന്നതാണ്. എല്ലാ വട്ടവും ഞാൻ പുറത്ത് പോകുമ്പോൾ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പോകുമ്പോൾ കൂടുതൽ ക്ലിപ്സോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ പോയി വന്നിട്ടാണ് ബാക്കി വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് പോയിട്ട് ആകെ ചോക്ലേറ്റ്സും ഈ ഫ്രെയിമും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പോയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞായറാഴ്ചയാണ് എന്നുള്ളത് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്ന് ഈവനിങ് തന്നെ മിന്നുവിന് ഒരു ഡാൻസ് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. സെയിം സോങ് തന്നെ 2 വട്ടം വേറെ സ്റ്റെപ്സിൻ്റെ വീഡിയോസ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിന്നതാണ്. പിന്നെ കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് ഈ അക്കൗണ്ടൻസി പ്രൊജക്റ്റിൻ്റെ പിന്നിലായതുകൊണ്ട് തന്നെ ഞാൻ ഇന്നവിടെ ഇരുന്ന് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ വിചാരിച്ചു. ഓൺലി കൊമേഴ്സ് സ്റ്റുഡൻസ് ക്യാൻ റിലേറ്റ്. കാരണം ആ ബാലൻസ് ഷീറ്റ് ലാസ്റ്റ് ബാലൻസ് ആവണ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് എത്ര വേറെ ഏത് സ്റ്റുഡൻസിന് പറഞ്ഞാലും മനസ്സിലാവില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ഫുഡ് കഴിക്കാനും അങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും കൂടെ മാനേജ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ദാറ്റ് ഡേ വെൻ്റ് ഇറ്റ്സ് ഓൾ. അപ്പോൾ ഇത് എഗെയിൻ വേറൊരു ദിവസമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആ 2 ദിവസത്തെ വീഡിയോ മാത്രം എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിറ്റേ ദിവസം നീച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും വീഡിയോസ് എടുക്കാമെന്നുള്ളത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ പണികൾക്കൊക്കെ ശേഷം ഇന്നും വീണ്ടും പുറത്ത് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പോയപ്പോൾ കുറേ സാധനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഇന്നും എന്നും കൊണ്ടുപോകുന്ന പോലെ തന്നെ മിന്നുവിനെ തന്നെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. മിന്നുവിനെ ആകുമ്പോൾ നെയ്സിൽ സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആളിൻ്റെ കൂടെ വരും.
പക്ഷേ ഇപ്പോൾ പ്രത്യുപകാരമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അങ്ങനെ മിന്നുനെ കൂട്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ. അതിൻ്റെ ഇടയിൽ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇക്കല്ല, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം വേറെ കുറച്ച് സാധനങ്ങൾ നോക്കാൻ വേണ്ടി സ്മാർട്ടിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നിപ്പോൾ ഏകദേശം വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ മെയിനായിട്ട് വെക്കേണ്ട ഒരു സംഭവം ഞാൻ ഓർഡർ ചെയ്തതാണ്, അത് ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ വന്നിട്ട് ആ ഹാമ്പർ സെറ്റ് ചെയ്യാനായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് 3rd ഡേ ആണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്ന് ബറാത്തായിരുന്നു. ബറാത്ത് നിങ്ങളോട് എന്താണ് ഉണ്ടാക്കുക എന്നുള്ളത് പറയുക. ഞങ്ങളിവിടെ ഇതിന് പാലിയാക്ക എന്നാണ് പറയുക. ഇതെല്ലായിടത്തും അങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല. നമ്മളിവിടെ ഇതാണ് ബറാത്തിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ അത് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസം ഓരോരോ ടൈമിലാണ് ഞാൻ വീഡിയോസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ വീഡിയോത്തെ ലാസ്റ്റ് ഡേ ആണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രസൻറ്റ് ഡേത്തെ മോർണിംഗ് ക്ലിപ്സാണിത്. ഇത് ഇന്ന് തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ഇന്ന് തന്നെ ഞാനിത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ടൻസി അസൈൻമെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രാവിലത്തെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്കിൻ ഈയിടെയായിട്ട് നല്ലോണം ഡ്രൈ ആവുന്നുണ്ട് തന്നെ. അതിന് ഒരു ക്രീം അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു. അതും സൺസ്ക്രീനും ലിപ്പാമൊക്കെ ഇട്ടിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറ്റ വീഡിയോയിലുള്ള പല പല ദിവസങ്ങൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ വിചാരിച്ചതാണ്. പക്ഷേ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ എല്ലാ വീഡിയോസും കാര്യമായിട്ട് ലെങ്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആക്കിയതാണ്. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ അല്ല, എന്നും പറയുന്ന പോലെ തന്നെ ഞങ്ങൾ ഇന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ വ്ളോഗും ഇവിടെ എൻഡ് ആവുകയാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത അടിപൊളി വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.